ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഒരു ബാങ്കിങ് സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 6 തരത്തിലുള്ള ബാങ്കിങ് ആണ് വരുന്നത്. ടൈപ്പ് എന്ന് പറയുന്ന 6 തരത്തിലുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ബാങ്കിങ്, 2 ബ്രാഞ്ച് ബാങ്കിങ്, 3 ഗ്രൂപ്പ് ബാങ്കിങ്, 4 ചെയിൻ ബാങ്കിങ്, 5 കറസ്പോണ്ടന്റ് ബാങ്കിങ്, 6 മിക്സഡ് ബാങ്കിങ്. ഇങ്ങനെ 6 തരത്തിലുള്ള ടൈപ്സ് ഓഫ് ബാങ്കിങ് ആണ് നമ്മുടെ ഇതിൽ പ്രിവൈൽ ചെയ്യുന്നത്. ഓക്കെ, ബാങ്കിങ് സ്ട്രക്ചറിൽ. ഇനി അടുത്ത ഇതിലെ എല്ലാതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാനെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം പറയുന്നത് സിംഗിൾ ഓഫീസ് ആണെന്നുള്ളതാണ്. യൂണിറ്റ് ബാങ്കിങ് വർക്ക് ചെയ്യുന്ന ഒരു സിംഗിൾ ഓഫീസ് ആയിട്ടായിരിക്കും. ഓക്കെ, ഒരു യൂണിറ്റ് അങ്ങനെ ഓർത്താൽ മതി. യൂണിറ്റ് ഒറ്റ യൂണിറ്റ് ഉണ്ടായിരിക്കില്ല, അതാണ് ആ സിംഗിൾ ഓഫീസ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഓഫീസ് എവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും? ഒറ്റ സ്ഥലത്ത്. അതാണ് പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം സിംഗിൾ ഓഫീസാണ്, പെർട്ടിക്കുലർ പ്ലേസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ് പറയുന്നത്. ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് ഈ ലോക്കലൈസ്ഡ് ബാങ്കിങ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ഒറ്റ സിംഗിൾ ഓഫീസ് അല്ലേ ഉള്ളൂ, അതായത് ഒറ്റ യൂണിറ്റേ ഉള്ളൂ. അപ്പൊ എന്താണ്? ലോക്കലാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി, ലോക്കലാണ്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയാണ് യൂണിറ്റ് ബാങ്കിങ്ങിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് പറയുന്നുള്ളൂ. ഇത്ര തന്നെയാണ് ഉള്ളൂ കേട്ടോ. പിന്നെ അത് കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എക്സാമ്പിൾ, യൂണിറ്റ് ബാങ്കിന് എക്സാമ്പിൾ പറയുന്നത് USA ആണ്. യു എസ് എ യൂണിറ്റ് അങ്ങനെ കണക്ട് ചെയ്യാലോ. ഓക്കെ, അത്രയേ ഉള്ളൂ യൂണിറ്റ് ബാങ്കിങ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത്. അതായത് നമ്മൾ യൂണിറ്റ് ബാങ്കിങ്ങിൽ ഒറ്റ ഓഫീസേ ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അതുപോലെയല്ല, നേരെ റിവേഴ്സ് ആണ് എന്തോ ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്. കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ, SBI, കാനറ, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കുമല്ലോ. ഓൾ ഓവർ ദ കൺട്രി അവർക്ക് എന്താണ്, കുറേ ബ്രാഞ്ചസ് അവര് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുറേ ബ്രാഞ്ചസ് കൂടിയതാണ് ബ്രാഞ്ച് ബാങ്കിങ്. ഇനി അതിന്റെ പേരെന്ന് പറയുമ്പോൾ ഡീലോക്കലൈസ്ഡ്. ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞു, ഒറ്റ യൂണിറ്റ് അല്ലേ ഉള്ളൂ, ലോക്കലാണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറയുക എങ്ങനെയാണ്? ബ്രാഞ്ചസ്, കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അതിന് എന്ത് പറയും നമ്മളെ? ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇന്ന് എക്സാമ്പിൾ ആയിട്ടുള്ളത് എവിടേക്കാണ്? ഇന്ത്യ, ബ്രിട്ടൻ. നമ്മൾ ഇന്ത്യക്കാർ ഫോളോ ചെയ്യുന്ന എന്താണ്? കുറെ ബ്രാഞ്ച് ബാങ്കിങ് തന്നെയാണല്ലോ. നമ്മുടെ തൊട്ടടുത്തുണ്ടായിരിക്കും SBI. പിന്നെ അടുത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടായിരിക്കും? അടുത്ത അവരുടെ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യയും ബ്രിട്ടനൊക്കെ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഈ ബ്രാഞ്ച് ബാങ്കിങ് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. ഇനി അടുത്തത് ഗ്രൂപ്പ് ബാങ്കിങ് ആണ് പറയുന്നത്. ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 or more ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി എന്നാണ് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിലധികമോ ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ഉണ്ടായിരിക്കും, അതായത് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബാങ്കുകൾ രണ്ടിലധികമോ ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ വരിക. ഒരൊറ്റ കമ്പനി എന്ത് ചെയ്യാണ്? അതിന്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അത് രണ്ട് ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ആവാം, അല്ലെങ്കിൽ രണ്ടിലധികം ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ആയിരിക്കാം. അങ്ങനെ അത് ഗ്രൂപ്പ് ചെയ്ത് നടത്തുക നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിൽ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്തിട്ട് നടത്തുക. അതാണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് കേട്ടോ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് പറയുന്നത്. അത് ഞാൻ അതിൽ നോട്ട് ചെയ്യാൻ മറന്നതാണ്. ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് പറയുന്നതാണ് അതിന്റെ മറ്റൊരു പേര്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ബാങ്കിങ് എന്നുള്ളതാണ്. ചെയിൻ ബാങ്കിങ്ങും ഗ്രൂപ്പ് ബാങ്കിങ്ങും മാറിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ ആണെന്ന് ഓർക്കുക, അതിന്റെ അണ്ടറിൽ ഗ്രൂപ്പ് ചെയ്യാണ്. ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ മാനേജ്മെന്റിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് ചെയ്യാണ്. അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 or more banks ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് അണ്ടർ എ സിംഗിൾ മാനേജ്മെന്റ്. അതായത് നമ്മുടെ സാധാ യൂണിറ്റ് ബാങ്കുകൾ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ പറഞ്ഞ യൂണിറ്റ് ബാങ്ക്സ് പോലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വേരിയസ് യൂണിറ്റ് ബാങ്കുകളെ ഇന്റർ കണക്ട് ചെയ്യാൻ, കുറെ യൂണിറ്റ് ബാങ്കുകളെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ചെയിൻ ബാങ്ക്. നമ്മൾ ഈ ചെയിനിലൊക്കെ കണക്ട് ചെയ്ത്, ഒന്നിനെ കണക്ട് ചെയ്ത് അടുത്തത്, അങ്ങനെയല്ലേ കണക്ട് ചെയ്തല്ലേ നിൽക്കുന്നത്. അപ്പൊ 2 or more ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിലധികമോ ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അതെങ്ങനെയായിരിക്കും? സിംഗിൾ മാനേജ്മെന്റ് അണ്ടറിലാണ്. ഇനി അത് എവിടെയാണ് കൂടുതലായിട്ടും വരുന്നത്? USA ആണ് അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് USA ഏതൊക്കെയാണ്? യൂണിറ്റ് ബാങ്കിങ്ങും ചെയിൻ ബാങ്കിങ്ങും. യൂണിറ്റ് ബാങ്കിങ്
US, പിന്നെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ബാങ്കിങ്ങിന്റെ അണ്ടറിൽ യൂണിറ്റ് ബാങ്കുകൾ ചേർന്നാണല്ലോ ഈ ചെയിൻ ബാങ്കിങ്. അപ്പൊ അത് US, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇനി അടുത്തതാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ യൂണിറ്റ് ബാങ്കുകളെ ലിങ്ക് ചെയ്തിട്ട് യൂണിറ്റ് ബാങ്കുകളെ ഒരുമിപ്പിച്ചാക്കിയിട്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ വലിയ വലിയ ബാങ്കുകളാവുന്നതിനെയാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. യൂണിറ്റ് ബാങ്കുകളെ ലിങ്ക് ചെയ്തിട്ട് വലിയ വലിയ ബിഗ്ഗർ ബാങ്ക്സ് ആവുന്നതാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ മിക്സഡ് ബാങ്കിങ് ആണ്. മിക്സഡ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസും ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന്റെ ഇതിനൊക്കെ തരുന്നതിനാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ ജർമ്മനിയിലാണ് ഇത് കൂടുതലായിട്ടും. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ജർമ്മനിയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ 6 തരത്തിലുള്ള ബാങ്കിങ്ങിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്ന 6 എണ്ണാണ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.